വിജ്ഞാന പത്തനംതിട്ട റിസോഴ്സ് പേഴ്സൺമാരുടെ ശില്പശാല പത്തനംതിട്ട ആറാട്ടുപുഴയിൽ ആരംഭിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ജനുവരിയിൽ തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയാണ് വിജ്ഞാന പത്തനംതിട്ട പദ്ധതി നടപ്പാക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. ശില്പശാല ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് തീർച്ചയായിട്ടും എൽഡർലി കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, 2 സംരംഭകത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, 3 ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, 4 എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ജനകീയാസൂത്രണ പ്രക്രിയയിൽ എന്നതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനകീയമാക്കുന്നതിനും ജനങ്ങളിലേക്ക് ഏറ്റവും ഫലപ്രദമായി എത്തിക്കുന്നതിനും താഴെ തട്ടിൽ മുതൽ തന്നെ ഇത് ഫലവത്തായി നടപ്പിലാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പ്രത്യേകമായി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിനോടുള്ള നന്ദി കൂടി അവസരത്തിൽ അറിയിക്കാം. വിജ്ഞാന പത്തനംതിട്ടയും വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള കേരളത്തിന്റെ പരിവർത്തനമെന്ന വിഷയത്തിൽ ഡോക്ടർ TM തോമസ് ഐസക്കും മറ്റ് വിഷയങ്ങളിൽ ഡോക്ടർ PB ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ PS ശ്രീകല, അനൂപ് അംബിക തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചീഫ് വിപ്പ് N ജയരാജ്, MLA-മാരായ KU ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, മാത്യു ടി തോമസ്, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, മുൻ MLA-മാരായ A പത്മകുമാർ, KC രാജഗോപാൽ, VS ചന്ദ്രശേഖരപിള്ള, പഠന ഗവേഷണ കേന്ദ്രം സെക്രട്ടറി PB ഹർഷകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.